എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ അരിപ്പൊടി കൊണ്ട് ഒരു വെറൈറ്റി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കുഴച്ച് കഴിഞ്ഞ് അന്നേരം തന്നെ ഇതുപോലെ എണ്ണയിലിട്ട് ചുട്ടെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു അരക്കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കാനുള്ള അതേ പൊടി. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പ്, ഇതിന് ചേരാൻ പാകത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂണ് കായം പൊടി, ഒരു 1/2 സ്പൂണ് അയമോദകം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി ഇടുമ്പോൾ എത്രമാത്രം എരിവ് വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയാണ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുന്ന മാവുണ്ടല്ലോ, അത് പുളിച്ച ആ പുളിമാവ് കൂട്ട് 1 സ്പൂണാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച്, നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിന് നമ്മൾ കുഴയ്ക്കുമല്ലോ അതേ പാകത്തിന് കുഴച്ചെടുക്കുന്നു. അരിപ്പൊടി മാത്രം മതി ഇതുണ്ടാക്കാൻ. ഇപ്പം കണ്ടോ, വേറെ ഇതിൻ്റെ കൂടെ മൈദയോ കടലമാവോ ഒന്നും ചേർക്കുന്നില്ല. അരിപ്പൊടി കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പലഹാരമാണിത്. പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കുകയും ചെയ്യാം. ഭംഗിയായിട്ടിത് കുഴച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ആദ്യമേ ഇങ്ങനെ കുറച്ച് പൊടി തൂളിയിട്ടാണ് ഞാൻ ഇത് പരത്താൻ നോക്കിയത്. പക്ഷേ പൊടി തൂളി അങ്ങനെ പരത്തുമ്പോൾ അത് പലകയെന്ന് എടുക്കാൻ പാടായിരുന്നു. പിന്നെ ഞാൻ എണ്ണ തൂത്തിട്ടാണ് ബാക്കിയെല്ലാം പരത്തിയത്. കണ്ടോ, ഇത് പരത്തി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം, ഞാനൊരു ചെറിയ കറിപ്പാത്രമാണ് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് പപ്പടം പോലെ വട്ടത്തിലെടുക്കാം നമുക്ക്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പ് വേണേലും എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇത്രയും വട്ടത്തിൽ, അധികം കട്ടിയില്ല, പപ്പടത്തിനേക്കാളും ലേശം കൂടെ കട്ടിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ മൊത്തം പരത്തി എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുവാണ് നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ എണ്ണയിൽ പെട്ടെന്ന് ഇതായി വരും. കണ്ടു, പപ്പടം കാച്ചുന്ന പോലെ തന്നെ പെട്ടെന്ന് ഇത് കൊമളച്ച് പൊങ്ങി വരും. നല്ല ഷേപ്പിൽ നല്ലതായിട്ടും പൊങ്ങി കൊമളച്ച് വരും. ഞാൻ ചെറിയ പാത്രം വെച്ചുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. പരന്ന പാത്രത്തിലാണെങ്കിൽ കുറേ അധികം ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയിലിടുമ്പോഴേ നല്ല പപ്പടം എങ്ങനെ നമുക്ക് ഇട്ട് കൊമളച്ച് വരുന്നോ അതുപോലെ തന്നെ ഇതും വരും. ചോറിൻ്റെ കൂടെ കൂട്ടാനോ, അല്ലെങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കി കിഴങ്ങ് കറിയും ഉപയോഗിച്ച് കഴിക്കുകയല്ലേ, അതുപോലെ കഴിക്കാനോ, കാപ്പിക്ക് അല്ലാതെ തന്നെ പപ്പടം കഴിക്കുന്ന പോലെ കഴിക്കാനും, എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. ആ മോദകവും കായപ്പൊടിയും ഒക്കെ ഇട്ടുകൊണ്ട് നല്ല സുന്ദരമായ ഒരു പലഹാരമാണിത്. അതും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കണ്ടോ, നല്ലപോലെ കൊമളച്ച് പൊങ്ങി വന്നത്. കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ഓരോന്ന് നമുക്ക് കോരിയെടുക്കാം. നല്ല ഫ്രൈ ആയി വരുമ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിട്ട് കുറച്ച് ഇട്ടപ്പം നന്നായിട്ടും പൊങ്ങി നല്ല കൊമളച്ച് പപ്പടം പോലെ തന്നെ വന്നു. നല്ല സുന്ദരം ടേസ്റ്റാണ് താനും. അങ്ങനെ ഞാനത് ആ മാവ് മൊത്തം പരത്തി വെച്ചു. പരത്തിയതിന് ശേഷമാണ് ഞാനത് ചുട്ടത്. അങ്ങനെ മൊത്തം നമുക്കിവിടെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, മൊത്തം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് നല്ല സുന്ദരമായ പലഹാരം. പെട്ടെന്ന് കാപ്പിക്ക് രാവിലെ വേണേലോ അല്ലെ വൈകുന്നേരം വേണേലോ കാപ്പിക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ്. അരിപ്പൊടി മാത്രമാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല ടേസ്റ്റുള്ള സുന്ദരമായ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്കിഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.